വഹാബിസം വലിച്ചെറിയണം. എന്താ ഖാസിമിക്ക് പറയാനുള്ളത്? മുജാഹിദുകൾ കറാമത്തിനെ നിഷേധിക്കുന്നു എന്നാ അദ്ദേഹം പറയുന്നത്. കേട്ടോളൂ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇവിടെ എന്തൊക്കെയാ വഹാബി നിഷേധിച്ചത്? വഹാബി സ്വഹാബത്തിന്റെ വിശ്വാസങ്ങളിൽ ഒരുപാടെണ്ണം നിരാകരിച്ചു. സ്വഹാബത്തിൽ കറാമത്തിൽ വിശ്വാസമുണ്ടായിരുന്നു. ഇവിടെ എന്തൊക്കെയാ വഹാബി നിഷേധിച്ചത്? വഹാബി സ്വഹാബത്തിന്റെ വിശ്വാസങ്ങളിൽ ഒരുപാടെണ്ണം നിരാകരിച്ചു. സ്വഹാബത്തിൽ കറാമത്തിൽ വിശ്വാസമുണ്ടായിരുന്നു. വഹാബി സ്വഹാബത്തിന്റെ വിശ്വാസമാണ് സ്വീകരിക്കേണ്ടത്. സഹാബികൾക്ക് കറാമത്തിൽ വിശ്വാസമുണ്ടായിരുന്നു എന്നാ കേട്ട എന്താ വിചാരിക്ക? മുജാഹിദുകൾക്ക് കറാമത്തിൽ വിശ്വാസമില്ല. മദ്രസ പാഠപുസ്തകങ്ങൾ മുതൽ മേലോട്ടുള്ള എല്ലാ ഗ്രന്ഥങ്ങളിലും പുസ്തകങ്ങളിലും ലേഖനങ്ങളിലും മുജാഹിദുകൾ കറാമത്തുകൾ അംഗീകരിച്ചിട്ടുണ്ട്. ഒരു ലേഖനം പോലും ഒരു പരാമർശം പോലും കറാമത്തിനെ നിഷേധിക്കുന്നതായി മുജാഹിദുകളുടെ ഉദ്ധരിക്കാൻ ആർക്കും കഴിയില്ല. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? കുറെ കറാമത്തുകൾ ഇങ്ങനെ പറയുന്നുണ്ട്. കുറെ കറാമത്തുകൾ പറയുന്നു. ആ കറാമത്തുകളിൽ സ്വീകാര്യമായതേതാണോ അത് അംഗീകരിക്കാം. മുജാഹിദുകൾക്കൊരു വിരോധമില്ല. മുജാഹിദുകൾ സ്വഹീഹായി സ്ഥിരപ്പെട്ടു വന്ന ഏതൊക്കെ കറാമത്തുകളുണ്ടോ അതൊക്കെ അംഗീകരിക്കുന്നു. സ്വഹീഹായി ഹദീസുകളിൽ വന്ന കറാമത്തുകൾ മുജാഹിദുകൾ തള്ളുന്നില്ല. സഹാബികൾ അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. ഇരുട്ടിലൂടെയാണ് സഞ്ചരിക്കുന്നത്. പെട്ടെന്ന് അതിലൊരാളുടെ വടി കയ്യിലുണ്ടായിരുന്ന വടിയുടെ അറ്റം പ്രകാശിക്കാൻ തുടങ്ങി. അവര് നടന്നു മുന്നോട്ടേക്ക്. ആ വടിയുടെ പ്രകാശത്തിൽ കുറച്ചങ്ങോട്ടെത്തിയപ്പോ രണ്ടാക്കും രണ്ടു വഴിക്ക് പോകണം. അപ്പൊ എന്തായി? പ്രകാശം രണ്ടായി മാറി. രണ്ടാളോടൊപ്പം ഒരു പ്രകാശം. കറാമത്താണ്. മുജാഹിദുകൾ നിഷേധിക്കുന്നില്ല. സഹാബികൾക്ക് കറാമത്തുണ്ടായിട്ടുണ്ട്. അള്ളാഹുവിന്റെ വലിയകൾക്ക് കറാമത്തുണ്ടായിട്ടുണ്ട്. ആ കറാമത്തുകളെ ഒന്നും മുജാഹിദുകൾ നിഷേധിക്കുന്നില്ല. പിന്നെ എന്തിനാ മുജാഹിദുകൾ എതിർക്കുന്നത്? ഒന്ന്, നാട്ടിൽ നടക്കുന്ന കറാമത്ത് കച്ചവടം അല്ലേ? അയാൾക്ക് ഇന്ന കറാമത്തുണ്ട്, മറ്റേയാൾക്ക് ഇന്ന കറാമത്തുണ്ട്. അതുകൊണ്ട് അയാളോട് പോയി പറഞ്ഞാൽ അല്ലെങ്കിൽ ഇന്നയാൾക്ക് ഇന്ന കറാമത്തുണ്ടായിരുന്നു, അതുകൊണ്ട് അയാളെ നമ്മൾ വിളിച്ചു തേടിയാൽ നമുക്കെന്ത് ചെയ്യും? അയാൾ ഉത്തരം ചെയ്യും. ഈ വിശ്വാസത്തിന് തെളിവുണ്ടോ? കറാമത്ത് അംഗീകരിക്കുന്നു മുജാഹിദുകൾ എതിർക്കുന്നതെന്ത്? കറാമത്ത് മുൻനിർത്തിക്കൊണ്ട് മഹാന്മാരോട് പ്രാർത്ഥിക്കുന്ന ഒരു സമ്പ്രദായം. അതിന് തെളിവുണ്ടോ? അതിനൊരു തെളിവ് ഖാസിമി ഇവിടെ പറഞ്ഞിട്ടില്ലല്ലോ. ഇതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന വലിയൻ ഇന്ന കറാമത്തുണ്ടായിരുന്നു, അതുകൊണ്ട് ആ വലിയനെ വിളിച്ചാ കേൾക്കും, ആ വലിയ സഹായിക്കും എന്നൊരു വിശ്വാസം റസൂല് പഠിപ്പിച്ചോ? കറാമത്തുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. മുഅ്ജിസത്തുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. കറാമത്തുണ്ട് എന്ന് ബോധ്യപ്പെട്ട വലിയനോട്, മുഅ്ജിസത്തുണ്ട് എന്ന് ബോധ്യപ്പെട്ട നബിയോട് പ്രാർത്ഥിക്കാമെന്നതിനാണ് തെളിവ് വേണ്ടത്. അതിനെയാണ് മുജാഹിദുകൾ എതിർക്കുന്നത്. ഒന്ന്. രണ്ടാമത്തേത്, അതിങ്ങനെ കറാമത്തിന്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന കച്ചവടം, അതിനെയാണ് മുജാഹിദുകൾ എതിർക്കുന്നത്. മൂന്നാമത്തേത്, കറാമത്തിന്റെ പേരിൽ പ്രചരിപ്പിക്കുന്ന കള്ളക്കഥകൾ, അതിനെയാണ് മുജാഹിദ്